പല്ലുവേദന ജീവിതത്തിൽ ഒരിക്കലും പല്ലുവേദന ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല പറഞ്ഞാൽ ഉണ്ടാവുക തന്നെയില്ല. ഞാനത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി വെല്ലുവിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ? എല്ലാ ആഴ്ചയും ഞാൻ വീഡിയോ ഇടലുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഉപകാരപ്പെടില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം. പിന്നെ ഇതിലെ സബ്സ്ക്രൈബേഴ്സായ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടും. കാരണം പല്ലുവേദന എന്ന് പറയുമ്പോൾ അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ള വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ വേദനയൊക്കെ ആണെങ്കിൽ ആ കൈ വേദനയുള്ള സ്ഥലത്തൊന്ന് അമർത്തി പിടിക്കുക, കാല് വേദന ആണെങ്കിൽ ആ കാല് വേദനയുള്ള സ്ഥലത്തൊന്ന് അമർത്തി പിടിക്കുക. ശരീരത്തിൽ എവിടെ വേദന ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അമർത്തിയാലും ഒന്ന് നെക്കിയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അത് ചെറിയൊരു ശമനം ഉണ്ടാവും. പക്ഷേ പല്ലുവേദന ഉണ്ടായാൽ എവിടെയാണ് നമ്മൾ അമർത്തുക എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് പല്ലുവേദന ഉണ്ടാവും. ഇവിടെയാണോ, ഇവിടെ അല്ല, ഇവിടെയാണോ, എന്നാൽ ഇവിടെയല്ല, എന്നാൽ ഇവിടെയാണോ, അവിടെ നമുക്ക് സ്പർശിക്കണതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അത് എവിടെയാണ്. അപ്പോൾ ഈ മരുന്ന് നിങ്ങൾ പ്രയോഗിച്ചാൽ ഒരു കാലത്തും നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇതൊരു ആദിവാസി മരുന്നാണ്. എൻ്റെ ഉപ്പാക്കൊന്നും പല്ലുവേദനയില്ല. ചെറുപ്പത്തിലൊന്നും ഈ മരുന്ന് ചെയ്തതാണ്. പിന്നെ എനിക്ക് പല്ലുവേദന ഇല്ല. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് പല്ലുവേദന തന്നെയല്ല. എനിക്ക് പല്ലുവേദന സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പല്ലുവേദന ഇല്ല. എൻ്റെ വീട്ടിൽ ആർക്കും ഇപ്പോൾ പല്ലുവേദന ഇല്ല. ഈ മരുന്ന് പ്രയോഗിച്ചതാണ്. പിന്നെ എന്താ മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഒക്കെ നമ്മളെ നാട്ടിൽ നിന്ന്, നമ്മളെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവും. പറങ്കിമൂച്ചി പറഞ്ഞ സാധനമുണ്ട്. പറങ്കിമൂച്ചി എന്നാണ് ഞങ്ങളെവിടെ പറയും, പറങ്ക്യാങ്ങ എന്നൊക്കെ പറയും. ഈ കശുവണ്ടി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ അത് സംഭവം. കശുവണ്ടിയുടെ മരം. ഈ കശുവണ്ടിയുടെ മരത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് തോലെടുക്കണം. വടക്ക് ഭാഗത്ത് നിന്ന് തോലെടുക്കുക പറഞ്ഞാൽ കത്തി കൊണ്ട് എടുക്കാൻ പാടില്ല, ഇരുമ്പ് തൊടാനേ പാടില്ല. ഇരുമ്പ് തൊടാതെ തോലെടുക്കണം. അത് കല്ലുകൊണ്ടൊക്കെ കുത്തിയെടുക്കുക. ഈ തോലും ഒരു 6 ഗ്ലാസ് പച്ചവെള്ളം. ഞാൻ നേരത്തെ ആരൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ, ഞാൻ വീഡിയോയിലല്ലാതെ ഇന്നെ അറിയണ പല ആളുകളും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത രൂപം ഒരു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാകാം. ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. പറങ്കിമൂച്ചി, അതായത് കശുവണ്ടി എന്ന മരത്തിൻ്റെ വടക്ക് ഭാഗത്തെ തോല് ഇരുമ്പ് തൊടാതെ എടുക്കുക. ഇരുമ്പ് തൊടാതെ എടുത്ത് 6 ഗ്ലാസ് വെള്ളം, 6 ഗ്ലാസ് പച്ചവെള്ളം. പിന്നെ കൊടംപുളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കൊടംപുളി ആണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക അതിൻ്റെ ഫോട്ടോ. അത് കൊടംപുളി എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പല ഭാഷക്കാരും. ഇതാണ് കൊടംപുളി, ഈ ഫോട്ടോ കാണുന്നത്. ഇതിൻ്റെ 3 കഷ്ണം, ഇതിൻ്റെ ഒരു 3 കഷ്ണം, 6 ഗ്ലാസ് വെള്ളം, പിന്നെ ഈ കശുവണ്ടിയുടെ വേരിൻ്റെ ഒരു 3 കഷ്ണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ്, 6 ഗ്ലാസ് വെള്ളം, കശുവണ്ടിയുടെ വടക്ക് ഭാഗത്തെ തോലിൻ്റെ 3 കഷ്ണം, കൊടംപുളി, നേരത്തെ ഞാൻ കാണിച്ച കൊടംപുളിയുടെ ഒരു 3 കഷ്ണം. ഇതൊരു പാത്രത്തിലിട്ടിട്ട് തിളപ്പിക്കുക. ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് ചൂട് പൂർണ്ണമായി മാറുന്നതിൻ്റെ മുമ്പ് തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്തേക്കുക. നമ്മളെല്ലാ സാധനവും തിളപ്പിക്കുമ്പോൾ അതിന് തിളത്തുമ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കുമല്ലോ, മാങ്ങി വെക്കാൻ അറിയില്ലേ, അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് തീയൊക്കെ ഓഫാക്കിയിട്ട്, എന്നിട്ട് ചൂട് പൂർണ്ണമായി ആറുന്നതിൻ്റെ മുമ്പ് 5 ഗ്ലാസ്സിൽ എടുത്തിട്ട് 5 ഗ്ലാസ്സായിട്ട് എടുത്തിട്ട് അത് വായിലാക്കിയിട്ട് ഇങ്ങനെ കൊപ്പിളിക്കുക. വായിൽ കുൽക്കുയ്യ എന്നൊക്കെ പറയില്ലേ, വായിലാക്കിയിട്ട് അങ്ങനെ ഒരു 30 സെക്കൻഡ് എത്രയിലൊക്കെ വെച്ചിട്ട് തുപ്പുക. അങ്ങനെ 5 ഗ്ലാസ്സും നമ്മളങ്ങനെ ചെയ്യണം. 5 ഗ്ലാസ് അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ജന്മത്തിൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല. ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് പൊത്തൊക്കെ ഉള്ള പല്ലാണെങ്കിൽ ഒരു സൂചിയൊക്കെ എടുത്ത് പല്ലിൻ്റെ ഉള്ളിൽ കുത്തണ പോലെയൊക്കെ തോന്നും. ഇത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ തൊള്ളയിലാക്കുന്ന സമയത്ത്, അതായത് ആ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിപ്പോവാണ്. ഒരു 2-3 ദിവസം പല്ലിനൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. 2-3 ദിവസം ഒരു ചവർപ്പും ഒരു പുളിപ്പൊക്കെ ഉണ്ടാവും പല്ലിന്. പക്ഷേ പല്ല് വേദന പിന്നെ ജന്മത്തിൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടാവില്ല. എനിക്കില്ല, എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഇല്ല നിലവിലെ അവസ്ഥയിൽ. എൻ്റെ ഉപ്പാക്കൊക്കെ എന്ന് ചെറുപ്പത്തിൽ ചെയ്താൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ, ഇത് വളരെ പണ്ട് എൻ്റെ ഉപ്പാക്ക് ഏതോ ഒരാൾ മുഖേന കിട്ടിയ ഒരു മരുന്നാണ്. അത് എന്നിട്ട് എന്ത് ചെയ്ത് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഡയറി ഇങ്ങനെ നോക്കിയപ്പോൾ യാദൃശ്ചികമായി ഡയറിയിൽ നിന്ന് കിട്ടി. നമ്മളത് പരീക്ഷിച്ചു, പല്ലുവേദനയില്ല. അപ്പോൾ എനിക്കിന്ന് വരെ പല്ലുവേദനയില്ല, വളരെ സുഖമാണ്. പല്ലുവേദന ഒരുപാട് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന ഉണ്ടാവും. നമ്മൾ ഗുളികയൊക്കെ കഴിക്കാറുണ്ട്, പലതുണ്ടല്ലോ. പക്ഷെ എന്നാലും അതിനൊരു എന്താ പറയുക, ഒരു സ്ഥായിയായ ഒരു എന്താ പറയുക, ഒരു അവസാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ പറയുന്നത്, സ്ഥിരമായി പിന്നെ നമുക്ക് പല്ലുവേദന ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനുഭവത്തിൽ നിന്ന് മനസ്സിലായതിന് ശേഷമാണ് ഞാനത് ഒറ്റയടിക്ക് ഈ മരുന്ന് കണ്ടപ്പോൾ തന്നെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തതല്ല. എൻ്റെ 3 കൊല്ലത്തെ അനുഭവം, പിന്നെ എൻ്റെ ഉപ്പാൻ്റെയൊക്കെ ഒരുപാട് കാലത്തെ അനുഭവം, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പല്ലുവേദനയുള്ള ആളുകളൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കുക. ഇല്ലാത്ത ആളുകൾ കുറിച്ച് വെക്കുക. വീഡിയോ ഡൗൺലോഡ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് സൂക്ഷിക്കുക. പല്ലുവേദന എന്നാണോ ഉണ്ടാവുന്നത് പരീക്ഷിച്ച് നോക്കുക. ഇനി ഞാനിതിൻ്റെ മലയാളത്തിൽ എഴുതിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് എടുത്തു വെക്കാം. അപ്പോൾ ഇനി പല്ലുവേദന ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഈ പറമ്പിൻ്റെ ഒക്കെ രസമൊക്കെ നോക്കിയിട്ട്
രസമൊക്കെ നോക്കി ആസ്വദിക്കുക.